തഗ് ലൈഫ് ചിത്രത്തിന് ഇത്രയും നെഗറ്റീവ് റെസ്പോൺസ് ഒക്കെ കിട്ടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? കൂടാതെ തന്നെ ഈ ഒരു വീഡിയോ ലേറ്റ് ആയെന്ന് അറിയാം തഗ് ലൈഫിനെ കുറിച്ചുള്ള, എന്നാലും ഈ ഒരു ചിത്രത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയാലും ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ ഈ ഒരു ചിത്രത്തിലോട്ട് വരികയാണെങ്കിൽ, ഈ ഒരു ചിത്രത്തിന് അനൗൺസ്മെന്റ് വന്നപ്പോൾ തന്നെ നല്ലൊരു ഹൈപ്പ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. കാരണം മണിരത്നത്തെ പോലുള്ള ഒരു ഡയറക്ടർ കമലഹാസനുമായിട്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു ചിത്രത്തിൽ ഒന്നിക്കുമ്പോൾ അതൊരു കിടിലൻ സിനിമയായിരിക്കുമെന്ന് തന്നെ പ്രതീക്ഷയുണ്ടായിരുന്നു. ഈ ഒരു ചിത്രത്തിന്റെ ഓരോരോ അപ്ഡേറ്റ് വരുന്നതോറും ആ ഒരു പ്രതീക്ഷ കൂടിക്കൂടിയായിരുന്നു വന്നിരുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ പോലും ഇറങ്ങിയപ്പോൾ എല്ലാവരും തന്നെ വിചാരിച്ചു ഇത് ഏറ്റവും ബെസ്റ്റ് ചിത്രം തന്നെയായിരിക്കും. കമലഹാസന്റെ എന്തായാലും ഇന്ത്യൻ 2 ശേഷമുള്ളൊരു കിടിലൻ കംബാക്ക് ഈ ഒരു ചിത്രത്തിലൂടെ പലവരും തന്നെ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. ഫൈനലി ഈ ഒരു ചിത്രം തിയേറ്ററിലേക്ക് പുറത്തിറങ്ങിയപ്പോൾ ചിലർ പറഞ്ഞു ഇന്ത്യൻ 2 ആണ് ഇതിലും നല്ലത്, ചിലവരൊക്കെ പറഞ്ഞു ഇന്ത്യൻ 2 വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ചിത്രം കുഴപ്പമില്ലെന്നൊക്കെ. അങ്ങനെ ഈ ഒരു ചിത്രം ഞാൻ പേഴ്സണലി കണ്ടപ്പോൾ അങ്ങനെ എന്ന് പറഞ്ഞ ഒരു മണിരത്നത്തിന്റെ ഒരു പടമാണെന്നുള്ള രീതി വെച്ചായിരുന്നു പേഴ്സണലി ഞാനും ഈ ഒരു ചിത്രം കണ്ടിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു ചിത്രം തുടങ്ങി കുഴപ്പമില്ലാത്ത ഏകദേശം ഒരു 30 മിനിറ്റിനോളം അടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് സിനിമ വേറൊരു ട്രാക്ക് എന്ന രീതിയിലോട്ടായിരുന്നു പൊക്കോണ്ടിരുന്നിട്ടുള്ളത്. കാരണം ഒരു ഫുൾ ഫോക്കസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫ് ഇല്ലാത്ത പോലൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എങ്ങനെയെങ്കിലും ഒരു ഫസ്റ്റ് ഹാഫ് വരെ എത്തിക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ കുത്തിക്കയറ്റിയ പോലെ എന്ന രീതിയിലായിരുന്നു ഏകദേശം ഈ ഒരു ചിത്രത്തിന്റെ ആയാലും കഥ മുമ്പോട്ട് പോയ പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. തൃഷയുടെ ഒന്നും അങ്ങനെ വലിയ ആ ഒരു ക്യാരക്ടറിന് വലിയ ഇമ്പോർട്ടൻസ് ആയാലും ഈ ഒരു ചിത്രം ഇല്ലെന്ന് തോന്നി. കാരണം പുള്ളിക്കാരി ഇല്ലെങ്കിലും ഈ ഒരു ചിത്രം കുഴപ്പമില്ലാതെ പോയേനെന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ചിത്രം കുഴപ്പമില്ലാതെ ആ ഒരു ഇന്റർവെല്ല് വരെ എത്തിച്ചു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു ഡീസൻറ്റ് എന്തെങ്കിലും പറയാവുന്ന രീതി അവർ എങ്ങനെയും എത്തിച്ചു. പക്ഷേ ഫസ്റ്റ് ഹാഫ് വരെ പക്ഷെ അതൊരു ക്ലാസ് രീതിയിലായാലും അവർ ആ ഒരു ഫസ്റ്റ് ഹാഫ് എടുത്തു വെക്കാൻ നല്ല രീതിയിൽ തന്നെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ അങ്ങനെ ഒരു തട്ടിക്കൂട്ട് ഫസ്റ്റ് ഹാഫ് എന്ന് ഞാൻ തീർത്തും പറയുന്നില്ല. കാരണം ഏകദേശം ഒരു 40 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേന് ചില സീൻസ് ഒക്കെ ഒഴിച്ചു നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ഫസ്റ്റ് ഹാഫ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സെക്കൻഡ് ഹാഫിനെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഫസ്റ്റ് ഹാഫ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഫസ്റ്റ് ഹാഫിന് ശേഷമാണ് ഈ ഒരു ചിത്രത്തിന്റെ കഥ അല്ലെങ്കിൽ സിനിമ തന്നെ മാറിപ്പോവാന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു രീതിയിലോട്ട് എത്തുന്നത്. ആദ്യം തന്നെ ഈ ഒരു ചിത്രത്തെ കൂടുതലായിട്ടും എടുത്തു പറയണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഒരു ഇന്റർവെൽ ബ്ലോക്ക് തന്നെയാണ്. കാരണം അതിന് ഒരു ഇന്റർവെൽ ബ്ലോക്കിൽ പുള്ളിക്ക് 2 വെടിയുണ്ടയൊക്കെ ദേഹത്ത് കൊള്ളുന്നുണ്ടെങ്കിൽ പോലും പുള്ളി ആ നല്ല രീതിയിൽ തന്നെ വീക്കായിട്ട് അതിൽ നിന്ന് താഴെ പോകുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും പുള്ളിക്ക് ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ വീണ്ടും സ്ട്രഗിൾ ചെയ്ത് തിരിച്ചു വരാനുള്ള ആ ഒരു കപ്പാസിറ്റിയിൽ അല്ല പുള്ളി താഴോട്ട് വേണ്ടിയിട്ടുള്ളൂ, അത്രയും ഒരു ഹൈറ്റിൽ നിന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അത്രയും വെടിയുണ്ടയൊക്കെ കൊണ്ട ആള് അതിൽ നിന്ന് വീണ്ടും എഴുന്നേറ്റ് വരുമ്പോൾ പലവർക്കും ആ ഒരു ലോജിക് വൈസ് വലിയ രീതി അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് തന്നെയാണ് വലിയൊരു കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം പുള്ളി നല്ല രീതിയിൽ തന്നെ വീക്കായെന്ന് തന്നെ നമുക്ക് കാണുന്നുണ്ട്. ആ ഒരു ഫൈറ്റ് തന്നെ സിംബു തന്നെ തള്ളിയിടുമ്പോഴത്തേനും പുള്ളി അത്രയും മരത്തിലൊക്കെ ഇടിച്ച് അങ്ങ് താഴെ വീടുമ്പോൾ നല്ല രീതിയിൽ തന്നെ വീക്കാന്ന് കാണിക്കുന്നുണ്ട്. എന്നിട്ട് പോലും പുള്ളി അവിടുന്ന് വീണ്ടും എഴുന്നേറ്റ് നടന്നൊക്കെ പോകുമ്പോൾ ആ മഞ്ഞിക്കൂടൊക്കെ നടക്കുമ്പോൾ എനിക്ക് പേഴ്സണലി അങ്ങനെ കോമഡി എന്ന രീതിയൊന്നും അല്ല പറയുന്നത്. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് വിവേകം എന്ന ചിത്രത്തിൽ അജിത്ത് ആ ഒരു മഞ്ഞിക്കൂടെ നടന്നു പോകുന്ന പോലെയൊക്കെ ആയിരുന്നു തോന്നിയിട്ടുള്ളത്. കാരണം ആ ഒരു സിനിമയുടെയൊക്കെ ഒരു ഓർമ്മ വന്ന് ഈ ഒരു ചിത്രത്തിലെ കമലഹാസന്റെ ഒക്കെ ആ ഒരു മഞ്ഞിൻ്റെ ഉള്ള നടത്തമൊക്കെ കണ്ടപ്പോൾ തന്നെ പിന്നെ അത്രയും വലിയ മഞ്ഞുമലയൊക്കെ ഇടിച്ചു വരുമ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് പിന്നീട് പുള്ളി വീണ്ടും വരുന്നതായിട്ടൊക്കെ കാണിച്ചപ്പോൾ പലവർക്കും അത് ഫുള്ളി അക്സെപ്റ്റഡ് ആയി തോന്നാത്തൊരു കാര്യം തന്നെയായിരുന്നു ഈ ഒരു ചിത്രത്തിനായാലും സംഭവിച്ചിട്ടുള്ളത്. അതൊക്കെ ഒന്ന് മാറ്റിയെടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ എല്ലാവരും തന്നെ മണിരത്നം കമലഹാസൻ കോംബോ ചിത്രം വരുമ്പോൾ ഒരു ക്ലാസ് ചിത്രമാണ് കൂടുതലായിട്ടും എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ പുള്ളിക്ക് അത്രയും വെടികൊണ്ട് ഒന്നും കൊള്ളാതെ അതിൽ നിന്ന് തള്ളി താഴെ ഇട്ടതിന് ശേഷം വേറെ ആരെങ്കിലും ഒക്കെ വന്ന് പുള്ളിയെ രക്ഷിച്ചു കൊണ്ടുപോകുന്നതൊക്കെ ആയാലും അല്ലെങ്കിൽ അതുവഴി വരുന്ന വേറെ ആരെങ്കിലും ആയാലും രക്ഷിച്ചു കൊണ്ടുപോകുന്നതൊക്കെ ആയാലും കുറച്ച് ജസ്റ്റിഫൈ ആയി തോന്നിയേനെ. കൂടാതെ തന്നെ മറ്റൊരു സീനായിട്ട് തോന്നിയിട്ടുള്ളത് ഇതിന് ശേഷം ഒരു ഇന്റർവെല്ലിന് ശേഷം വരുന്ന കമലഹാസനുണ്ട്. അതിന് പുള്ളിയെ പറയുന്നുണ്ട് 2 വർഷം അവിടെ നിന്ന് കരാട്ടയൊക്കെ ജപ്പാനിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ട്, അതിനുശേഷമാണ് ഈ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ പുള്ളി പഠിച്ചതെന്ന് പറയുന്നുണ്ട്. അതാണ് കൂടുതലും നമുക്ക് എല്ലാവർക്കും. കാരണം പുള്ളിയുടെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫൈറ്റ് സീക്വൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. പുള്ളിയുടെ ഒരു ഫൈറ്റ് സീക്വൻസും ആ ഒരു നടത്തമൊക്കെ കിടിലമായിട്ട് തന്നെ ഉണ്ട്. പക്ഷേ പുള്ളിക്ക് അത്രയും നല്ലൊരു ഏജ് ആയിട്ടുള്ള ആളാണ്. ഫസ്റ്റ് ഹാഫിൽ നമുക്ക് കാണാം രംഗരാജ ശക്തി വേരെന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടർ, ഒരു ക്ലാസ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടറിനെ അല്ല നമുക്ക് ഒരു ഇന്റർവെല്ലിന് ശേഷം കാണാൻ സാധിക്കുന്നത്. ഭയങ്കര ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും കൂടാതെ തന്നെ നല്ല രീതിയിൽ ഫ്ലെക്സിബിൾ ആയിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് നമുക്ക് കമലഹാസനെ സെക്കൻഡ് ഹാഫ് മുതൽ കാണിക്കുന്നത്. ഒരു കരാട്ടയൊക്കെ പഠിച്ചെങ്കിൽ പോലും അതും 2 വർഷം കൊണ്ട് കൂടാതെ തന്നെ അത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഫൈറ്റ് ഒക്കെ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും അത് കൂടുതലായിട്ടും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാതെ പോയൊരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ പോലും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജയിലർ എന്ന ചിത്രത്തിൽ തന്നെ നല്ല രീതിയിൽ എടുത്തു പറയാനുള്ള ഒരു എക്സാമ്പിൾ തന്നെയാണ്. അതിൽ അത്രയും ഏജ്ഡ് ആയിട്ടുള്ള നമുക്ക് രജനീകാന്തിനെ കാണാൻ സാധിക്കുന്നുണ്ട്. പുള്ളിക്ക് വേണമെങ്കിൽ 10-20 പേരൊക്കെ വരുമ്പോഴത്തേലും ഒറ്റയ്ക്ക് നിന്നും എല്ലാവരും ഇടിച്ചിട്ടാൽ പോലും അത് എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുന്ന കാര്യമല്ല. പക്ഷെ അതിന് പകരം ശിവരാജ് കുമാറിന്റെ കുറച്ച് ഗ്യാങ് ഒക്കെ ആയിട്ട് പുള്ളിനെ ആക്രമിക്കാൻ വരുന്നവരിൽ നിന്ന് പുള്ളിക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ജയിലർ ചിത്രത്തിന്റെ ഇന്റർവെൽ ബ്ലോക്കിലായാലും പുള്ളിക്ക് വേണമെങ്കിൽ 4-5 പേരെ ഒന്ന് ഇടിച്ചിടുന്ന വേണമെങ്കിൽ രീതി കാണിച്ച് ഭയങ്കര മാസാക്കായിരുന്നു. പക്ഷെ അതൊന്നും കാണിക്കാതെ കുറച്ചൊക്കെ ഒരു കിടിലൻ രീതിയിൽ തന്നെയായിരുന്നു. അതിൻ്റെ ഒരു കുറച്ച് വെറൈറ്റി എന്ന രീതിയിലൊക്കെ ആ ഒരു സിനിമ
ഇൻ്റർവെൽ ബ്ലോക്കിൽ എത്തിച്ചൊരു കിടിലം ഒരു പഞ്ചോടെ ആയിരുന്നു നിർത്തിയിട്ടുള്ളത്. പക്ഷേ ഇതിൽ കമലഹാസൻ എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടുന്നതായി തന്നെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ പലരും കണക്ട് ചെയ്യാതായി പോയൊരു ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ സിംബു കിടിലം ലുക്കിലും കൂടാതെ തന്നെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് പുള്ളിനെ ഒരു വെടിയുണ്ടയിലൊക്കെ തീർക്കുന്നൊക്കെ രീതിയിലാണ് കാണിക്കുന്നത്. അതുകൊണ്ടൊക്കെയാണ് പലവർക്കും ഈ ഒരു സിനിമ ഫുള്ളി കണക്ട് ആകാഞ്ഞെന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ ആയാലും ഐശ്വര്യലക്ഷ്മിയുടെ ക്യാരക്ടറൊക്കെ ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ ഈ ഒരു ചിത്രത്തിൽ കമലഹാസൻ ഫസ്റ്റ് ഹാഫിലെ പോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ഒരു ക്ലാസ് ക്യാരക്ടർ നമുക്ക് സെക്കൻഡ് ഹാഫിലും വന്നിരുന്നെങ്കിൽ പോലും ഈ ഒരു ചിത്രം കുറച്ചുകൂടെ കിടിലമായിരുന്നു എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു. കൂടുതലായിട്ടും മണിരത്നം കമലഹാസൻ കോംബോയിൽ വരുന്ന ചിത്രങ്ങളിൽ ഒരിക്കലും മാസ് പാടില്ലെന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷേ ആ ഒരു മാസ് ഒരു പരിധി വരെ ആക്കിയിട്ട് കൂടുതലും ക്ലാസ് രീതിയിലൊക്കെ എടുത്തിരുന്നെങ്കിൽ പോലും ഈ ഒരു ചിത്രം നല്ല രീതിയിൽ തന്നെ വന്നേനെന്നൊക്കെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന് മുമ്പേ പുള്ളിയുടെ ഒരു ഫൈറ്റ് ഒക്കെ ഉള്ളൊരു ചിത്രം തന്നെയായിരുന്നു വിക്രം എന്ന ചിത്രം. വിക്രം എന്ന ചിത്രത്തിൽ അങ്ങനെയൊന്നും വന്നില്ലെങ്കിൽ പോലും പുള്ളിക്ക് ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഉള്ളതായി തന്നെ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിലെ ക്യാരക്ടറൊന്നും അങ്ങനെയല്ല. കുറച്ച് വീക്കായിട്ടുള്ള ക്യാരക്ടറാണ്. കൂടാതെ നല്ല കൂട്ടാളികളും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു ക്യാരക്ടറാണ്. നല്ലൊരു ഗ്യാങ് തലവനാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഒറ്റയ്ക്ക് നിന്ന് ഇത്രയും പേരെയൊക്കെ ഇടിച്ചിടാന്നുള്ളൊരു കാര്യമൊക്കെ കുറച്ച് ടഫായിട്ടുള്ളതൊക്കെ ആയിട്ട് പ്രേക്ഷകർക്ക് ശരിക്കും തോന്നും. അതുകൊണ്ടൊക്കെ തന്നെയാണ് എല്ലാവർക്കും ഈ ഒരു ചിത്രം നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം. കൂടാതെ തന്നെ മണിരത്നം കമലഹാസൻ കോംബോയിൽ വരുന്ന ചിത്രങ്ങളിലൊക്കെ സ്ക്രിപ്റ്റിന് നല്ല രീതിയിലുള്ള പ്രാധാന്യമായിരിക്കും എല്ലാവരും കൊടുക്കുന്നത്. കാരണം കാലത്തിനനുസരിച്ച് നീങ്ങുന്ന കഥകളൊക്കെയാണ് മിക്കതും മണിരത്നത്തിൻ്റെ ആയാലും വന്നിട്ടുള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു കോംബോയിൽ വരുന്ന ചിത്രമായതുകൊണ്ടൊക്കെ തന്നെ കൂടുതലും പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള സീൻസ് ഒക്കെ ഒഴിവാക്കുമെന്നൊക്കെ പലവരും തന്നെ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കൂടുതലായിട്ടും ഈ ഒരു ചിത്രത്തിൻ്റെ കഥ തന്നെ കുറച്ചായി കഴിയുമ്പോൾ തന്നെ എല്ലാവർക്കും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും ഇതിങ്ങനെ ആയിരിക്കും. കാരണം ട്രെയിലറിൽ നമുക്ക് കാണാൻ സാധിക്കും സിംബുവും എന്തായാലും കമലഹാസനുമായിട്ടുള്ള ഒരു ഫൈറ്റ് തന്നെയായിരിക്കും ഈ ഒരു ചിത്രത്തിൽ ഉണ്ടായിരിക്കുക എന്ന്. അത് എങ്ങനെ ആയിരിക്കും വരിക എന്ന് ഏകദേശം പടത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. അതിപ്പോൾ ഏകദേശം എല്ലാവർക്കും തന്നെ ഊഹിച്ചെടുക്കാവുന്ന കാര്യം കൂടെ തന്നെയാണ്. അത് ഏകദേശം അതേ രീതിയിൽ തന്നെ എല്ലാവർക്കും പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറി ലൈനിലായിരുന്നു ഈ ഒരു ചിത്രത്തിൻ്റെ സ്റ്റോറി ടെല്ലിംഗ് ആയാലും നടന്നിട്ടുള്ളത്. അതും കൂടെ ഒന്ന് കുറച്ച് മാറ്റി പിടിച്ചിരുന്നെങ്കിൽ പോലും ഈ ഒരു ചിത്രം കുറച്ചുകൂടെ നന്നായെന്ന് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ കുറച്ചുകൂടി ഒരു കൺവിൻസിംഗ് ആയിട്ടുള്ള സീൻസും കുറച്ചൊക്കെ ഒരു ട്വിസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള നല്ല രീതിയിലുള്ളൊരു ക്ലാസ് സിനിമയൊക്കെ ആയിട്ട് ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയതെങ്കിൽ അത്യാവശ്യം നല്ലൊരു വിജയം തന്നെ നേടുമെന്ന് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ടു ചിത്രത്തെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ചിത്രം തന്നെയായിരുന്നു. ഒരുപക്ഷെ ഈ ഒരു ചിത്രം കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചെടുത്തിരുന്നെങ്കിൽ പോലും ഈ ഒരു ചിത്രം അത്യാവശ്യം വലിയൊരു തിയേറ്ററിലേക്ക് വിജയം നേടാൻ പറ്റുന്ന ഒരു ചിത്രമായിട്ട് തന്നെയായിരുന്നു കണ്ടിട്ടുള്ളത്. അത്യാവശ്യം ഈ ഒരു സ്റ്റോറി ലൈൻ വൈസ് കുഴപ്പമില്ല. പക്ഷേ അത് എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് ട്വിസ്റ്റുകളും കാര്യങ്ങളും കുറച്ചൊക്കെ ഉള്ള കൺവിൻസിങ്ങും ലോജിക്കുകളും ആയിട്ടുള്ള സീൻസൊക്കെ ഈ ഒരു ചിത്രത്തിൽ എടുത്തു വെച്ചിരുന്നെങ്കിൽ പോലും ഈ ഒരു ചിത്രം ഏറ്റവും വലിയൊരു ഹിറ്റ് ആവേണ്ട ഒരു ചിത്രം തന്നെയായിരുന്നു. കാരണം ഒരു കമലഹാസൻ്റെയും സിംബുവിൻ്റെ ഒക്കെ ആയാലും ആ ഒരു കോംബോ ആയാലും നല്ല തന്നെ വർക്കൗട്ടായി വന്നൊരു ടൈമിലൊക്കെ ആയിരുന്നു അവർ ആ ഒരു വില്ലനും നായകനും എന്ന രീതിയിലോട്ടൊക്കെ എത്തിയിട്ടുള്ളത്. കൂടാതെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇൻ്റർവെൽ ബ്ലോക്കിൽ നിന്ന് പിന്നീട് ആ ഒരു സിനിമ നല്ല രീതിയിൽ ഒരു ഹൈ മൊമെന്റിലോട്ട് ഒരു പക്ഷേ കയറിയിരുന്നെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചിത്രം എത്തിയേന്നൊക്കെ പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ ലാസ്റ്റ് ഒരു ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ ആയാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലോട്ട് എത്തിയെന്നൊക്കെ തന്നെ പറയാം. ഏതായാലും ഇനിയും വരുന്ന കമലഹാസൻ ചിത്രങ്ങളിലൂടെ ആയാലും കമലഹാസൻ കിടിലം ഒരു കമ്പാക്ക് ഒക്കെ നൽകുമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കമലഹാസൻ അടുത്തതായി ചെയ്യാൻ പോകുന്ന ചിത്രം സംവിധാനം ചെയ്തെടുക്കാൻ പോകുന്നത് ആക്ഷൻ കാര്യങ്ങളൊക്കെ പല സിനിമയിൽ ഇപ്പോൾ KGF സിനിമയിലൊക്കെ ആയാലും ആക്ഷൻ കൈകാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള KGF, RDX, സലാർ പോലുള്ള സിനിമകളൊക്കെ ആക്ഷൻ കൈകാര്യം ചെയ്തിട്ടുള്ള അൻപറിവായിരിക്കും ഈ അടുത്ത ചിത്രം കമലഹാസന്റെ സംവിധാനം ചെയ്യാൻ പോകുന്ന അപ്ഡേറ്റുകളൊക്കെ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും ആ ഒരു ചിത്രത്തിലൂടെ ആയാലും ഒരു കിടിലൻ കമ്പാക്ക് ഒക്കെ ഉണ്ടാകുമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും തഗ് ലൈഫ് എന്ന ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണലായിട്ട് അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. കൂടാതെ തന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണലായിട്ട് അഭിപ്രായങ്ങളും തീർച്ചയായും കമന്റ് ചെയ്യുക.